Good morning, students. In the last class, we studied about the different parts of a computer. Now, we are studying about the factors to be considered while selecting a computer. Nowadays, computer has become necessary for everyone. For example, people can use to do some jobs, shop, surf the internet, write essay, and search information, etc. സോ ഓൾമോസ്റ്റ് എവരി വൺ ഹാസ് എ കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുമ്പം നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഏതൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്? ദ മെയിൻ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് കമ്പ്യൂട്ടർ ആർ ബ്രാൻഡ്, ബൾക്കിനെസ്, പ്രൈസ്, യൂസബിലിറ്റി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പെരിഫറൽസ്, ഹാർഡ് ഡ്രൈവ് കപ്പാസിറ്റി ആൻഡ് സ്പീഡ്, പ്രൊസസ്സർ, റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് വാറൻറ്റി. First, we consider about the brand of a computer. First of all, we should consider the brand of a computer. For most people, the brand is an important factor. There are also a lot of different brands on the market. നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് എ കമ്പ്യൂട്ടർ അവൈലബിൾ ആണ്. സം ബ്രാൻഡ്സ്, എക്സാമ്പിൾസ് ഓഫ് സം ബ്രാൻഡ്സ് ആർ ആപ്പിൾ, HP, ഡെൽ, IBM. ഓക്കെ, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂസർ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ചായിരിക്കണം നമ്മളുടെ ബ്രാൻഡ്, കമ്പ്യൂട്ടറിൻ്റെ ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വീഡിയോ ഇമേജിങ്, എഡിറ്റിങ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമിംഗ് സെക്ഷൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാർജ് ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹൈലി ആപ്ലിക്കേഷൻസ് റെലവൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മളൊരു ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, യു ആർ വർക്കിംഗ് വിത്ത് ഫയൽസ് ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റോറേജ് ഓൺലി, സോ യു ക്യാൻ സെലക്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ബ്രാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബ്രാൻഡ് സെലക്ട് ചെയ്യുക. വളരെ എക്സ്പെൻസ് ആയിട്ടുള്ള ബ്രാൻഡ് ഓഫ് കമ്പ്യൂട്ടറും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസ് കുറഞ്ഞതുമുണ്ട്. അപ്പോൾ നമ്മളുടെ യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രാൻഡ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ബ്രാൻഡ് റിയലി മാറ്റേഴ്സ് ആൻഡ് ഫോർ എ ഗുഡ് റീസൺ. സം ബ്രാൻഡ്സ് ആർ സ്ട്രേറ്റ് അവേ വിന്നേഴ്സ് വൈൽ അതേഴ്സ് നോട്ട് സോ മച്ച്. If you are the type of user who takes pride in the brand of your gadgets or who believes some brands are simply superior to the competition, this should be your priority. നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച്, നമ്മളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് വേണം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ. ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡും അതുപോലെ നോർമൽ സ്റ്റാൻഡേർഡ് ബഡ്ജറ്റിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ വരുന്ന ഒരു ബ്രാൻഡ് ഓഫ് കമ്പ്യൂട്ടർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴും നമ്മളുടെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സിനെ അനുസരിച്ചിട്ടായിരിക്കും ബ്രാൻഡ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് വൺ, ബൾക്കിനെസ് means the size of the computer. The size is often the second thing most users consider when buying computers. സൈസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളൊരു കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മളിപ്പോൾ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ചിലർ പ്രിഫർ ചെയ്യുന്നത് സ്മോൾ സൈസ് മോണിറ്റേഴ്സ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ക്യാരി ചെയ്യാൻ ഒരു ഹോമിൽ നിന്ന് ഓഫീസിലേക്ക്, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് തിരിച്ച് ഹോമിലേക്ക്, അങ്ങനെയൊക്കെ നമ്മൾ ക്യാരി ചെയ്യാനായിട്ടാണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ സൈസ് നമ്മൾ അതുകൊണ്ട് തന്നെ പോർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് സ്മോൾ സൈസ് ലാപ്ടോപ്പ് ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് മോണിറ്റർ കുറച്ചും കൂടെ വലുപ്പമുള്ള ലാർജ് സൈസിലുള്ള മോണിറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സൈസിലുള്ള മോണിറ്റേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലേസ്, ആ പ്ലേസിന് നമുക്കൊരു ലാർജ് സ്പേസ് ഓഫ് ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്പേസിൽ വെക്കാൻ പറ്റുന്ന മോണിറ്റർ സ്ക്രീനും അതുപോലുള്ള കമ്പ്യൂട്ടറിൻ്റെ ഡിവൈസസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്മോൾ സൈസ് ഓഫ് റൂം ആണെങ്കിൽ, നമുക്കൊരു സ്മോൾ റൂമിലാണ് നമ്മളത് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സ്മോൾ സൈസ് മോണിറ്ററുള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, some may like their monitors large for viewing pleasure, while others may prioritize portability
by choosing smaller ones. Desktop users may pick bulkier casings to allow better ventilation, while some may want to save space by getting a smaller tower. ഞാൻ പറഞ്ഞു ഡെസ്ക്ടോപ്പ് യൂസേഴ്സിന് നമുക്ക് വൈഡായിട്ടുള്ള നമുക്ക് ലാർജ് സ്പേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഡെസ്ക്ടോപ്പിന് ലാർജ് മോണിറ്റർ സൈസുള്ള മോണിറ്റേഴ്സൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. In fact, we recommend that you choose the one with a bigger tower, so give as much ventilation to the system as possible. അപ്പോൾ നമ്മളൊരു ലാർജ് ടവറാണ് യൂസ് ചെയ്യുന്നത്, ലാർജ് പ്ലേസാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് വേണ്ട വെന്റിലേഷനൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. If you are constantly on the go, picking a laptop with a smaller screen, it may be a wise choice. നമ്മൾ ലാപ്ടോപ്പാണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു സ്മോൾ സ്ക്രീൻ സൈസ് ആണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ സ്മോൾ ലാപ്ടോപ്പ്, ലൈറ്റ് വെയ്റ്റഡ് ലാപ്ടോപ്പൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മളുടെ യൂസർ റിക്വയർമെൻറ്റ്സ് എന്താണോ ആ റിക്വയർമെൻറ്റിനെ വെച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, പ്രൈസ്. ഓഫ് കോഴ്സ് പ്രൈസ് മാറ്റേഴ്സ്. നമുക്കറിയാം നമ്മൾ ഏതൊരു ഡിവൈസും, ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ എന്തും നമ്മൾ ബൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ പ്രൈസ് നമ്മൾക്ക് അറിയാം, നമ്മളുടെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് വേണ്ട ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഹോംലി പർപ്പസിന് മാത്രമാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അധികം ഫാസ്റ്റായിട്ടുള്ള പ്രൊസസ്സറോ ഫാസ്റ്റായിട്ടുള്ള റാമോ ഒന്നും വേണമെന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹാർഡ് ഡ്രൈവും അതുപോലെ പ്രൊസസ്സറും റാമും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു കമ്പ്യൂട്ടറിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൈസുള്ള ഒരു കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാം. Even if you know exactly what you need, but if such a rig cost way too over budget, you will obviously settle for a much less pricier one. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നല്ല എക്സ്പെൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്, അതുപോലെ നോർമൽ ബഡ്ജറ്റിലുള്ള നോർമൽ പ്രൈസിലുള്ള കമ്പ്യൂട്ടേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പ്രൈസ് കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ്, നമുക്ക് ആവശ്യത്തിന് നമ്മുടെ റിക്വയർമെൻറ്റ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. Again, price must be considered if you don't have enough resources to pay for expensive ones. Some users may prefer performance over looks, so settling for less attractive tower to save more for a powerful video card and additional RAM can be done. ഇപ്പോൾ ചിലർ പ്രിഫർ ചെയ്യുന്നത് പെർഫോമൻസ് ആയിരിക്കും. പെർഫോമൻസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ ചൂസ് ചെയ്യാം, എന്നിട്ട് വീഡിയോ കാർഡും അഡീഷണൽ റാമും ഒക്കെ സ്പേസ് കൂടുതലുള്ളത് മാത്രം കൂടുതലായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അഡീഷണൽ റാമും വീഡിയോ കാർഡെല്ലാം നമുക്ക് സൈസ് കൂടുതലുള്ള റാം യൂസ് ചെയ്യാം, വീഡിയോ കാർഡ് അതുപോലെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പെർഫോമൻസിലാണ് എന്നുണ്ടെങ്കിൽ സ്പീഡ് മാത്രം നോക്കിയിട്ട് സ്പീഡ് മാത്രം ചെക്ക് ചെയ്തിട്ട് ആ സ്പീഡിനനുസരിച്ചുള്ള പ്രൊസസ്സറും റാമും ഒക്കെ സെറ്റ് ചെയ്യാം. ലുക്സാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, നമുക്ക് കൂടുതൽ കാണുന്നതിനുള്ള ആ ലുക്സാണ് എന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള കമ്പ്യൂട്ടേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് പ്രൈസ്, നമ്മുടെ ബഡ്ജറ്റിന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് വെച്ചിട്ട് വേണം ഒരു കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂസബിലിറ്റി. Most home users usually buy computers to be used mainly for browsing and light office and school task. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന യൂസേഴ്സ് അറിയാം, നമ്മൾ അത്യാവശ്യം സർഫിങ് ഇൻ്റർനെറ്റ് അതുപോലെ നമ്മുടെ സ്കൂൾ ടാസ്ക്, ലൈറ്റ് ഓഫീസ് വർക്ക്സ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ, നമുക്ക് ചൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറും നോർമൽ ഒരു നമ്മുടെ ബഡ്ജറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ നമുക്ക് ചൂസ് ചെയ്യാം. If you are this type, then you should avoid sales pitches that touts the performance. എപ്പോഴും സെയിൽസ് പേഴ്സൺസ് പറയുന്നത് കൂടുതൽ ആപ്ലിക്കേഷൻസും കൂടുതൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസും ഒക്കെ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ കൂടുതൽ ആപ്ലിക്കേഷൻസും പ്രോഗ്രാംസും
സ്റ്റോർ ചെയ്തിട്ടുള്ള നമുക്ക് കൂടുതൽ ഇമേജിങ്, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. ഇതെല്ലാം ഇതിലെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും സെയിൽസ് പേഴ്സൺസ് നമ്മളെ ഷോ ചെയ്യുന്നത്. ബട്ട് നമുക്ക് നമ്മളുടെ റിക്വയർമെൻറ്റ് അറിയാം, നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ കൊണ്ട് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ നമ്മുടെ യൂസേജ് വെച്ചിട്ട് വേണം നമ്മൾ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാൻ. In a lot of cases, salespeople in stores will offer the more expensive computers, first by highlighting amazing specification of video cards, processors, and hard drive capacity. Unless you want to do graphics heavy tasks like video editing, gaming, 3D professional works and such, we suggest that you avoid expensive rigs. ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിംഗ്, ഗെയിമിങ്, 3D പ്രൊഫഷണൽ വർക്ക്സ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ അത്രയും കപ്പാസിറ്റിയുള്ള സ്പീഡുള്ള ഹാർഡ് ഡ്രൈവ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മുടെ യൂസേജ് അനുസരിച്ച് നമുക്ക് കമ്പ്യൂട്ടറിനെ ഡിസൈഡ് ചെയ്യാം. If you know that all of you want to do is to browse the internet, chat with friends, or do some class assignments, and also you can save your hard-earned bucks for other features at a later time. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും, അല്ലെങ്കിൽ ക്ലാസ് അസൈൻമെൻറ്റ്സ് ചെയ്യാൻ, ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കമ്പ്യൂട്ടറിലും സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു നോർമൽ കമ്പ്യൂട്ടർ നമ്മൾ ചൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ വർക്കിങ്സും അതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ യൂസേജ് അനുസരിച്ചിട്ട് വേണം നമ്മളൊരു കമ്പ്യൂട്ടറിനെ സെലക്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മോസ്റ്റ് ഓഫ് ദ ടൈം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് സോൾഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് വിത്ത് മോർ എക്സ്പെൻസീവ് എഡിഷൻസ് യൂഷ്വലി ഓഫറിംഗ് മോർ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. Example of operating systems are Windows NT, Windows XP, Windows Vista, Windows 10. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അവൈലബിൾ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിരുന്നു. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ളത്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോർമൽ കേസിൽ നമ്മളൊരു ഹോം യൂസേഴ്സാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് അസൈൻമെൻറ്റ്സും ബ്രൗസിങ് ഇൻ്റർനെറ്റും ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ വിൻഡോസ് XP, ഒരു നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് മതി. അപ്പോൾ നമ്മൾ കൂടുതൽ ഫീച്ചേഴ്സുള്ള അഡീഷണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അതിൽ കൂടുതൽ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡിഷൻസ് അതിലുണ്ട്. ഹോം, പ്രോ, എൻ്റർപ്രൈസ് ആൻഡ് എഡ്യൂക്കേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡിഷൻസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10 നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് നമ്മളുടെ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ചിട്ടായിരിക്കണം നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. Each of these editions have varying list of features, so make sure that you do some research before buying one. നമ്മളൊരു കമ്പ്യൂട്ടർ ബൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു റിസർച്ച് നടത്തിയിട്ടുണ്ടാവണം. എന്തൊക്കെ ഫാക്ടേഴ്സാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ എത്ര ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി, എത്ര കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്ക് ഉണ്ട്, റാമുണ്ട്, ഇതെല്ലാം നമ്മളൊന്ന് റിസർച്ച് ചെയ്താൽ മാത്രമേ നമുക്കൊരു കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസറിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സിന് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാൻ പറ്റും. Some stores will usually ask a customer what Windows operating system to install on their machine. So make sure that you do your research ahead of time. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്ത് തരേണ്ടതെന്ന്. അപ്പോൾ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് വേണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മളൊന്ന് റിസർച്ച് ചെയ്തിട്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, അതിൽ ഒരു സ്റ്റുഡൻറ്റിന് യൂസ് ചെയ്യേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഹോംലി യൂസേജിനായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം. Editions with more features are obviously more expensive, so unless you really need a particular features, that's only offered in the most expensive edition. Do some study in order to save some money.
ഇപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയുണ്ടെന്നുള്ളത് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്നൊന്ന് സ്റ്റഡി ചെയ്യുക. എന്നിട്ട് നമ്മളുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫീച്ചേഴ്സ് കൂടുന്നതനുസരിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ പെരിഫറൽസ്. പെരിഫറൽസ് മീൻസ് എക്സ്റ്റേണൽ ഡിവൈസസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പെരിഫറൽസ് എന്നാണ് പറയുക. പെരിഫറൽ ഡിവൈസസ് അല്ലെങ്കിൽ പെരിഫറൽസ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു കണക്റ്റിംഗ് ടു വാച്ചിങ് DVDs ഇൻ യുവർ ലാപ്ടോപ്പ്, ഫോർ എക്സാമ്പിൾ, മേക്ക് ഷുവർ ദാറ്റ് യു കൺസിഡർ യുവർ മെഷീൻ ഹാസ് എ ബിൽറ്റ് ഇൻ DVD റീഡർ ഓർ ഒപ്റ്റിക്കൽ ഡ്രൈവ് ഇൻ ഇറ്റ്. ഇപ്പോൾ പെരിഫറൽ ഡിവൈസ് നമ്മളൊരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നു, നമുക്ക് DVD ഇൻസ്റ്റാൾ ചെയ്ത് DVDയിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ DVDയിലേക്ക് റൈറ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ നമ്മളൊരു ലാപ്ടോപ്പ് ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ എക്സ്റ്റേണൽ DVD ഡ്രൈവ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണലായിട്ട് DVD ഡ്രൈവ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് DVD ഇൻസ്റ്റാൾ ചെയ്ത് DVDയിൽ നിന്ന് ഡാറ്റാസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം പെരിഫറൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസസ് ആണ് കണക്റ്റഡ് ടു ദ CPU. Keep in mind that the more peripherals a machine can handle, the bulkier and more expensive it may get. അപ്പോൾ കൂടുതൽ അഡീഷണൽ പെരിഫറൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പം അതനുസരിച്ചിട്ട് എക്സ്പെൻസും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മാത്രം പെരിഫറൽസ് ഏതൊക്കെ ആവശ്യമായിട്ടുണ്ടോ അത് സെലക്ട് ചെയ്യാം. If you can live without installing something on your laptop via an optical drive, it may be a great option for you to simply skip it to avail of a thinner and cheaper model. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ ഒപ്റ്റിക്കൽ ഡ്രൈവിലൂടെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒപ്റ്റിക്കൽ ഡ്രൈവിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതർവൈസ് നമുക്ക് USB ഡ്രൈവ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് കണക്ട് ചെയ്ത് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള പെരിഫറൽ ഡിവൈസസ് മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഹാർഡ് ഡ്രൈവ് കപ്പാസിറ്റി ആൻഡ് സ്പീഡ്. ഹാവിംഗ് ടു ഡിസൈഡ് വെദർ ടു ഗെറ്റ് എ 500 GB or 1 TB ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഈസ് ഓഫൺ ബിയോണ്ട് ആൻ ആവറേജ് യൂസർ, ബട്ട് വി സജസ്റ്റ് ദാറ്റ് you consider it still, especially if you are planning on saving a lot of photos or videos later on. നമുക്ക് ഹാർഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഹാർഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് ഡിവൈസസ് ആണ് ഹാർഡ് ഡ്രൈവ്. നമ്മുടെ ഡാറ്റാസ് എല്ലാം പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡ്രൈവിലാണ്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയും സ്പീഡും നമ്മൾ എത്രത്തോളം ആപ്ലിക്കേഷൻസ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ച് നമ്മൾ എത്രത്തോളം ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ഹാർഡ് ഡ്രൈവ് കപ്പാസിറ്റി. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ അസൈൻമെൻറ്റോ വർക്ക്ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മുടെ ഡാറ്റ സ്റ്റോറേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ഹാർഡ് ഡ്രൈവ് കപ്പാസിറ്റി അതുപോലെ സ്പീഡും ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ലോട്ട്സ് ഓഫ് വീഡിയോസും ഇമേജസും എഡിറ്റിംഗ് ടൂൾസും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലുള്ളൊരു ഹാർഡ് ഡ്രൈവ് കപ്പാസിറ്റി കൂടുതലായിട്ടുള്ള ഹാർഡ് ഡ്രൈവ് സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രോസസ്സർ. Like the hard disk, many average users tend to leave processor choice to whatever unit they happen to like after considering the things above. പ്രൊസസ്സർ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ വരുന്നതാണ് പ്രൊസസ്സർ. ഈ പ്രൊസസ്സർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രൊസസ്സർ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇൻ്റൽ കോറ്, ഇൻ്റൽ ഡ്യുവൽ കോറ് പ്രൊസസ്സർ, പിന്നെ IBMൻ്റെ പ്രൊസസ്സർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊസസ്സേഴ്സ് ആർ അവൈലബിൾ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മളുടെ റിക്വയർമെൻറ്റ്സ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മളെല്ലാ ഫാക്ടേഴ്സും ഇതിൽ കൺസിഡർ ചെയ്യേണ്ടത് യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. എ പ്രൊസസ്സർ ഈസ് എ ക്രിറ്റിക്കൽ കമ്പ്യൂട്ടർ കമ്പോണൻറ്റ് ദാറ്റ് ക്യാൻ ഓഫൺ മേക്ക് എ റിച്ച് പെർഫോമൻസ് എൻജോയബിൾ ഓർ അനോയിങ്. നമുക്ക് ഒരുപാട് സ്ലോ ആയിട്ട് അതായത്
നമ്മളൊരു 2-3 ആപ്ലിക്കേഷൻസ് അറ്റ് എ സെയിം ടൈമിൽ വർക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഒരുപാട് സ്ലോ ആയിട്ട് വരുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സറിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഒരു ആപ്ലിക്കേഷനാണ് അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ പ്രോസസ്സറിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും, നമുക്ക് ഫാസ്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ പെർഫോമൻസ് നമുക്ക് എൻജോയ് ചെയ്യണോ അതോ അനോയിങ് ആക്കണോ എന്നുള്ളത് നമ്മുടെ പ്രോസസ്സറിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, നമ്മളിതുപോലെ വേർഡ് ഫയലും എക്സിക്യൂട്ട് ചെയ്യാനോ അസൈൻമെൻറ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോസസ്സറിന് ഒരുപാട് ലാർജ് സ്പേസ് വേണമെന്നില്ല, ലാർജ് സ്പീഡ് വേണമെന്നില്ല. അപ്പോൾ അത് നമ്മുടെ റിക്വയർമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ട പ്രോസസ്സർ. For cheaper PCs supporting low-end processors, doing light tasks as internet browsing may be okay. But once a user starts loading multiple apps simultaneously, performance may begin to suffer. അപ്പോൾ നമ്മൾ വെറുതെ ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാനാണെങ്കിൽ അതിന് സ്പീഡ് ഉണ്ടാവും, നമ്മുടെ ഡാറ്റയുടെ സ്പീഡ് അനുസരിച്ച് അല്ലെങ്കിൽ വൈഫൈയുടെ സ്പീഡ് അനുസരിച്ച് നമുക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്പിൾ ആപ്സ് സൈമിൾട്ടേനിയസ്ലി അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒന്നിൽ കൂടുതൽ ആപ്സ് വർക്ക് ചെയ്യുകയാണ്, ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പെർഫോമൻസ് ലോ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ്സ്, നമുക്ക് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് സെയിം ടൈമിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സറിൻ്റെ കൂടിയ സ്പീഡുള്ള പ്രോസസ്സർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഹാവിങ് എ ഗുഡ് പ്രോസസ്സർ ക്യാൻ മീൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ ദാറ്റ് ഫ്രീസസ് ഓർ ലോക്സ് അപ്പ് കോൺസ്റ്റൻ്റ്ലി ആൻഡ് വൺ ദാറ്റ് ഓഫേഴ്സ് ഫ്ലോലെസ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല ഹൈ സ്പീഡുള്ളൊരു പ്രോസസ്സറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റ് എ ടൈമിൽ മോർ ദാൻ 1 ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും. The general rule in picking up a processor is to stay in the middle, not too cheap but not too expensive as well. ഒരുപാട് ചീപ്പായിട്ടുള്ളത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സർ സെലക്ട് ചെയ്യാതെ ഒരു മീഡിയം സ്റ്റാൻഡേർഡ് സൈസ് കീപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ട്രൈ ടു ഗെറ്റ് എ റേഞ്ച് ഓഫ് അവൈലബിൾ യൂണിറ്റ്സ് വിത്ത് ദെയർ കറസ്പോണ്ടിങ് പ്രോസസ്സർ ആൻഡ് കമ്പയർ ദ പ്രൈസസ്. ഓൾസോ നമ്മൾ പ്രൈസസും കറസ്പോണ്ടിങ് പ്രോസസ്സറിൻ്റെ സ്പീഡും എല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരുപാട് ലോ ആയിട്ടുള്ള ചീപ്പായിട്ടുള്ളതും അതുപോലെ വളരെ എക്സ്പെൻസ് കൂടിയതുമായിട്ടുള്ള പ്രോസസ്സർ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ പിക്ക് ദ വൺ ഇൻ ദ മിഡിൽ അൺലെസ് യുവർ ബഡ്ജറ്റ് ക്യാൻ അഫോർഡ് എ ഫാസ്റ്റർ വൺ. നമ്മളുടെ ബഡ്ജറ്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് CPU പ്രോസസ്സർ സെലക്ട് ചെയ്യാം. റിമെമ്പർ, ഇഫ് മണി ഈസ് നോട്ട് ആൻ ഇഷ്യൂ, if you are always better off picking the more expensive ones as they tend to operate efficiently and are expected to give better performance. ഇനി സം യൂസേഴ്സിന് മണി നോട്ട് എ പ്രോബ്ലം, അങ്ങനെയുള്ള യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ മണി ഒരു പ്രശ്നമില്ലാത്തവർക്ക് നമുക്ക് ഏറ്റവും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ അതിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും വർക്ക് ചെയ്യും, അതുപോലെ ഹൈ സ്പീഡായിരിക്കും പ്രോസസ്സറിന്. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ ഡാറ്റ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ റാൻഡം ആക്സസ് മെമ്മറി ഓർ റാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റാം എന്ന് പറയുന്നത് ടെമ്പററിലി ഡാറ്റ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്ന മെമ്മറിയാണ്. സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റാമിൻ്റെ സൈസ് എന്ന് പറയുന്നതും നമുക്ക് നമുക്ക് വേരി ചെയ്യാം. അപ്പോൾ സ്മോൾ സൈസുള്ള റാമുണ്ട്, അതുപോലെ തന്നെ ലാർജ് സൈസുള്ള റാമും അവൈലബിൾ ആണ്. ലൈക്ക് ഇൻ പിക്കിംഗ് എ പ്രോസസ്സർ, എസ്പെഷ്യലി ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ്, ദ മോർ റാം യു ക്യാൻ ഗെറ്റ് ദ ബെറ്റർ. അപ്പോൾ നമുക്ക് ഒരു പ്രൊസസ്സർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റാമിൻ്റെ പറ്റുന്നതാണെങ്കിൽ ഒരു റാമും ഹൈലി സ്പീഡായിട്ടുള്ള ഒരു റാമും കൂടെ നമ്മൾ സെലക്ട് ചെയ്യാം. റാം മാറ്റേഴ്സ് ഫോർ യൂസേഴ്സ് ദാറ്റ് റെഗുലർലി റൺ ഗെയിംസ് ആൻഡ് അതർ ആപ്ലിക്കേഷൻ അറ്റ് ദ സെയിം ടൈം. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റാം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പററിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റാസും പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സെയിം ടൈമിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ റാമിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഡാറ്റ സ്റ്റോറേജ് നടക്കും. സ്റ്റോറിങ് മാത്രമല്ല, പ്രോസസ്സിങ്ങും നമുക്ക് ഡാറ്റ പ്രോസസ്സിങ് കൂടുതൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും. If you are fond of multitasking or jumping between applications, more RAM can offer a smoother performance. അപ്പോൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് നമ്മൾ സെയിം ടൈമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫാസ്റ്റായിട്ടുള്ള റാം, സ്പീഡ് കൂടിയ റാം തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. ഇൻ മോസ്റ്റ് ലൈറ്റ് ടാസ്ക് ദോ ബേസിക് റാം മേ ബി ഇനഫ്. നമുക്ക് ലൈറ്റ് ടാസ്കുകളേ ഉള്ളൂ, നമ്മൾ അസൈൻമെൻറ്റ്, വർക്ക് ഷീറ്റ് അങ്ങനെ ഉള്ള പ്രിപ്പറേഷൻസ് ഉള്ളൂ, അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൂ. സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ബേസിക് റാം ചൂസ് ചെയ്യാം. ഓക്കെ,
The last factor is warranty. Although almost all brand new purchases of computers are provided a warranty. നമുക്കറിയാം ഏത് ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും ഒരു വാറൻറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ വാറൻറ്റി നോക്കുമ്പോൾ നമുക്കറിയാം കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന വാറൻറ്റി ഒരു 2 years ഒക്കെയാണ് സാധാരണ നോർമൽ കേസിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന വാറൻറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ വാറൻറ്റി കൂടുതൽ കിട്ടുന്ന ഏതെങ്കിലും കമ്പനീസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. Some brands may have better offers over their rivals. The usual warranty, of course, is 1 year from the date of purchase, but many stores can usually extend the standard manufacturer warranty up to several years if you are willing to pay for it. നമുക്ക് യൂഷ്വലി തരുന്നത് ഒരു 1 year or 2 year അത്രയും വാറൻറ്റിയൊക്കെ നമുക്ക് നോർമലി കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഡാറ്റ 1 year ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സർവീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ ഒരു ബെറ്റർ സർവീസ് നമുക്ക് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുന്നു. നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാറൻറ്റിയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. Prices for warranty extensions vary, of course. So, if you want to ensure that your machine is covered for a long time, try to compare prices first before deciding on which warranty offer fits you best. അപ്പോൾ നമ്മൾ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോഴും വാറൻറ്റിയിലും അവർ 1 year ഒക്കെ ഫ്രീ വാറൻറ്റി കിട്ടും. പിന്നെ കിട്ടുന്നത് ചിലപ്പം പേയ്മെൻറ്റിലൂടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതും നോക്കുക. പ്രൈസൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടുന്ന രീതിയിലുള്ള വാറൻറ്റി സെലക്ട് ചെയ്യാം. Some warranty terms can be worded in vague manner, so make sure to understand them before paying. അപ്പോൾ നമ്മൾ പേ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വെറുതെ വേർഡിൽ പറഞ്ഞാൽ പോരാ, നമുക്ക് വാറൻറ്റി കാർഡ് അത് അവർ എഗ്രിമെൻറ്റ് കാർഡ് തരും, വാറൻറ്റി കാർഡ്, അതെല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം. ആ വാറൻറ്റി കാർഡിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കീപ്പ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് ബാക്കി വേറെ കമ്പനീസ് തരുന്നത് അതിൽ കൂടുതൽ ഓഫർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ആഫ്റ്റർ വാച്ചിങ് ദിസ് ക്ലാസ് you have to answer the question. The question is, what are the different factors to be considered while selecting a computer? Okay, thank you.